മൂവ് OS 5 കുറേ നാളായിട്ട് നമ്മൾ ഓലയുടെ ഭാഗത്ത് നിന്ന് കേൾക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ഉടനെ ഇറങ്ങുന്നുള്ള അപ്ഡേറ്റും ധാരാളം വീഡിയോസ് പല ചാനൽസും നമ്മൾ കണ്ടിട്ടുണ്ടാവും. കാരണം വേറൊന്നുമല്ല, കഴിഞ്ഞ വർഷം ദീപാവലിയിൽ മൂവ് OS 5 ലോഞ്ച് ആവുന്ന ഓല ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറൊന്നുമല്ല, ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല. ഇപ്പോൾ 2025 മാർച്ചായിട്ടും വണ്ടി ലോഞ്ച് ആയിട്ടില്ല, വണ്ടിയെല്ലാം അപ്ഡേറ്റ് ലോഞ്ച് ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ഓലയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ വീഡിയോ ഒക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കാര്യങ്ങൾ, എപ്പോൾ ഇറങ്ങും, എല്ലാം വളരെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ആർക്കൊക്കെ ഇപ്പോൾ ഇനീഷ്യലി കിട്ടും എല്ലാം ഞാൻ വളരെ വ്യക്തമായിട്ടും പറഞ്ഞുതരാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ നിങ്ങൾ ബെല്ലൈക്കനെ പ്രസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. ഓലയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ മൂവ് OS 5 എന്നുള്ള അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ദീപാവലി സമയത്ത് അത് ഇറങ്ങുമെന്നാണ് ഓല ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും നിർഭാഗ്യവശാൽ വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അത് അപ്ഡേറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഓലയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കിടിലൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ട്വിറ്റർ ഹാൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാവേഷ് അഗർവാൾ അവർ CEO വന്നിട്ട് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള രജിസ്ട്രേഷൻ ചെയ്യാം. കാരണം വേറെ ഒന്നുമില്ല, രജിസ്ട്രേഷൻ ചെയ്യുന്ന മെയിൻ കാരണം വേറെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ബീറ്റ വേർഷനാണ്, സ്റ്റേബിൾ വേർഷൻ അല്ല ഇറക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം, ഒരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി സ്റ്റേബിൾ വേർഷൻ ആണെങ്കിൽ എല്ലാ ആൾക്കാർക്കും അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതായത് ഓവർ ദെയർ അപ്ഡേറ്റ്സ് ത്രൂ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ വണ്ടി. പക്ഷേ ഇതൊരു ബീറ്റ വേർഷനാണ്. അപ്പോൾ ബീറ്റ വേർഷന് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രയൽ വേർഷനാണ്. അതായത് കുറേ സോഫ്റ്റ്വെയർസ് അവർക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി ഒരു അപ്ഡേറ്റ് ആണ് ബീറ്റ വേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വേറെ ഒന്നുമല്ല, ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഓലയുടെ ആപ്പ് പോയി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഓലയുടെ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബോട്ടത്തിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് മൂവ് OS 5 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതായത് നിങ്ങൾ ഇത് ട്രൈ ചെയ്യാൻ നിങ്ങൾ റെഡി ചെയ്യാന്നുണ്ടെങ്കിൽ എൻറോൾമെൻറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും കിട്ടുന്ന ഉറപ്പൊന്നുമില്ല. നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റാണ് ഇപ്പോൾ ഓൾറെഡി ആൾക്കാർ നിൽക്കുന്നത്. കാരണം വേറെ നല്ല ധാരാളം ആൾക്കാർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇതിന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുക്കണം. അവർ കൊടുത്ത് നിങ്ങൾ അപ്രൂവ് ആകണം, മാത്രമേ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുള്ളൂ. അല്ലാത്ത ആൾക്കാർ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം വേറെ ഒന്നുമില്ല, കുറച്ച് നാൾക്ക് ഉള്ളിൽ തന്നെ സ്റ്റേബിൾ വേർഷൻ ഇറങ്ങും. അപ്പോൾ സ്റ്റേബിൾ വേർഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ എന്താ പറയുക, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം വേറെ ഒന്നുമില്ല, ഇതൊരു ബീറ്റ വേർഷനാണ്, ട്രയൽ വേർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് റോൾ ബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ നല്ലത്. റോൾ ബാക്കിന് ഉദ്ദേശിച്ചത് നിങ്ങൾ വൺസ് അപ്ഡേറ്റ് ചെയ്ത് വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ തിരിച്ച് നമ്മൾ പഴയ വേർഷനിലേക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. അല്ല അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബീറ്റ വേർഷനിൽ ട്രയൽ വേർഷനാണ്. അപ്പം പല ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് റേഞ്ച് കൂടുതൽ കാണിക്കാൻ, ചിലപ്പോൾ കുറച്ച് കാണിക്കാൻ, പല ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യാതിരിക്കുന്നത് നല്ലത്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ താഴെ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വണ്ടി ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ അപ്രൂവ് ആവും. അങ്ങനെ നിങ്ങൾക്ക് ബീറ്റ വേർഷൻ ഉടനെ കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ അതിൻ്റെ സ്റ്റേബിൾ വേർഷൻ ഇറങ്ങും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഒരു 1 മന്തിൽ ഇറങ്ങും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ജസ്റ്റ് എക്സ്പെക്ടേഷൻസ് മാത്രമാണ്, ഓലയുടെ ഭാഗത്ത് നിന്ന് കൺഫർമേഷൻ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ബീറ്റ വേർഷൻ മാത്രമേ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ മൂവ് OS 5 കുറിച്ച് പറയുകയാണെങ്കിൽ 50+ ഫീച്ചേഴ്സ് ഉണ്ടാകുന്നതാണ് ഓല ക്ലെയിം ചെയ്യുന്നത്. അത് DIY മോഡുണ്ട്, നമുക്ക് ഒരു ഗ്രൂപ്പ് നാവിഗേഷൻ മോഡ് വരുന്നുണ്ട്, സ്മാർട്ട് വാച്ച് കണക്ടിവിറ്റി വരുന്നുണ്ട്, നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് എല്ലാം അതിൽ ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റും. അത് സ്മാർട്ട് വാച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഭാരത് മോഡ് വരുന്നുണ്ട്, പുതിയ തീംസ് വരുന്നുണ്ട്. അങ്ങനെ നല്ല നല്ല അപ്ഡേറ്റ്സ് ആണ് ഓല ക്ലെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ വന്നാൽ നല്ല കിടിലൻ ഫീച്ചേഴ്സ് വരാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് മൂവ് OS 5. അത് കാരണമാണ് ആൾക്കാരെല്ലാം മാക്സിമം ഇത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും എന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യാതിരിക്കണമെങ്കിൽ നല്ലത്, അത് സ്റ്റേബിൾ വേർഷൻ ഇറങ്ങിയിട്ട് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നല്ലത്. അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന നമുക്ക് ഞാൻ വീഡിയോ ചെയ്യാം. ഇപ്പോൾ മൂവ് OS 5 കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട്, ജസ്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കണ്ടാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ഫീച്ചേഴ്സ് എല്ലാം വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഒരു ക്വിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഓരോ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ബെല്ലൈക്കൺ പ്രസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.